ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു യാത്ര പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നൊരു യാത്ര പോകുന്നത്. നമ്മൾ പത്മനാഭപുരം കൊട്ടാരം, ആ ഒരു കൊട്ടാരം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു കൊട്ടാരം ഉണ്ടല്ലേ, ആ ഒരു കൊട്ടാരത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ കന്യാകുമാരി ജില്ലയിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇപ്പം നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നെത്തി, കന്യാകുമാരി എക്സ്പ്രസ്. അന്നേരം നമ്മൾ അത് നോക്കി നിൽക്കുകയാണ്. ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ ഇനിയിപ്പം ട്രെയിനിലേക്ക് കയറാനുള്ള ആ ഒരു ധൃതിയിലാണ് എല്ലാവരും കൂടി ട്രെയിനിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ഇനി അവിടെ ചെന്നിറങ്ങിയിട്ട് നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ട്രെയിനിനകത്തേക്ക് കയറി നമുക്കുള്ള ആ ഒരു സീറ്റൊക്കെ നമ്മൾ പിടിച്ച് അങ്ങനെ ഇനിയിപ്പം നമ്മൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. അതിനു മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആ ലൈക്ക് ബട്ടൺ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതേപോലെ ഷെയർ ബട്ടനും എല്ലാവരും അതൊന്ന് ചെയ്ത് തന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോഴും നമുക്ക് കന്യാകുമാരി ജില്ലയിലുള്ള പിന്നെ ഇരണിയൽ എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇതാണ് ഇരണിയൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമുക്ക് ഒരു 7 കിലോമീറ്റർ ദൂരെയാണ് ഈ പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുന്ന ആ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊട്ടാരത്തിനടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നമ്മൾ കൊല്ലത്തുനിന്ന് ചെല്ലുമ്പോഴത്തേക്ക് അടുത്ത് വരുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ഇരണിയൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കൊട്ടാരത്തിനടുത്തുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഇതാ കൊട്ടാരത്തിന് മുൻവശത്തെത്തി. ഇതാണ് കൊട്ടാരത്തിൻ്റെ മുൻവശം. നമ്മൾ ഈ കാണുന്ന ആ ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലുള്ള ഈ ഒരു മെയിൻ വാതിലിലൂടെയാണ് നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടത്. ഇനിയിപ്പം കൊട്ടാരത്തിനകത്ത് ചെന്നിട്ട് ഇതാണ് നമ്മൾ പത്മനാഭപുരം കൊട്ടാരം. വളരെ മനോഹരമായ നല്ല ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓണത്തിൻ്റെ ആ ഒരു സമയത്താണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ആളുകളും ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം, എന്നിട്ടാണ് നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. അതേപോലെ നമ്മുടെ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പുകൾ, ബാഗ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കാൻ കൊടുക്കാം. അതേപോലെ നമുക്ക് ഒരാൾക്ക് ഒരു ഫോൺ മാത്രമേ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനെല്ലാത്തിനും പ്രത്യേകം ഫീസുകളുണ്ട്. അത് അടച്ചിട്ട് വേണം നമ്മളിതെല്ലാം കൊടുക്കേണ്ടുള്ളത്. വീഡിയോഗ്രാഫി അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഓണത്തിൻ്റെ സമയമായി തിരക്കുണ്ടായത് കൊണ്ടാണ് അവരിത്ര കർശനമായിട്ട് പറയുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മൾ തിരക്കില്ലാത്ത സമയത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് വീഡിയോഗ്രാഫിയൊക്കെ പ്രത്യേകം ഫീസ് അടച്ചിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പം കൊട്ടാരത്തിനകത്തേക്ക് കയറിയാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെയുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഇനിയിപ്പം കൊട്ടാരത്തിനകത്ത് ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഈ മെയിൻ കവാടത്തിനകത്തൂടെയാണ് ഇതാണ് കൊട്ടാരത്തിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇത് തടിയിൽ തീർത്ത തന്നെ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കൊട്ടാരമാണ് ഈ പത്മനാഭപുരം കൊട്ടാരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു കൊട്ടാര സമുച്ചയമാണ്. ഇത് പണ്ട് കൽക്കുളം കൊട്ടാരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ഇതിന് പത്മനാഭപുരം പാലസ് കൊട്ടാരം എന്നുള്ള പേര് കിട്ടിയത്. ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയ്ക്കടുത്താണ് ഈ പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വേളിമലയുടെ താഴ്വരയിൽ 1601 കൽക്കുളം കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 1592 1609 വരെ വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. പിന്നീട് 1741 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്
ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിയുന്നത്. അങ്ങനെയാണ് ഈ കൊട്ടാരത്തിന് പത്മനാഭപുരം കൊട്ടാരം എന്നുള്ള ആ ഒരു പേര് വന്നത്. പിന്നീട് സംസ്ഥാന രൂപീകരണം വന്നപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഈ പത്മനാഭപുരം ഉൾപ്പെടുന്ന ഈ ഒരു കന്യാകുമാരി ജില്ല തമിഴ്നാടിന് കൈമാറി. എങ്കിലും കൊട്ടാരത്തിൻ്റെ അവകാശവും നിയന്ത്രണവും എല്ലാം ഇപ്പോഴും കേരള സർക്കാർ തന്നെയാണ് ഈ കൊട്ടാരം നിയന്ത്രിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നതിൽ ഓരോരോ ഈ കൊത്തുപണികളാണ്. ഓരോ ഇതിലും ഓരോരോ ചിത്രപ്പണികൾ നമ്മളുടെ കേരള ഒരു പുരാതന വാസ്തുകലയുടെ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഇതെല്ലാം ഇതിൽ കൊത്തുപണികൾ ഈ കൽത്തൂണുകളിലാണ് ഈ കൊട്ടാരം നിൽക്കുന്നത്. അതിലായാലും ഈ തടിയിലായാലും എല്ലാം വളരെയധികം ചിത്രപ്പണികളുള്ള ഇത് ഡച്ചുകാർ രാജാവിന് സമ്മാനിച്ച കസേരയാണ്. നമ്മൾ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു തരാൻ ഒരാളുണ്ട്, ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ ഈ കട്ടിൽ, ഇതൊക്കെ നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കൊട്ടാരത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളും ഇതെല്ലാം. ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പം ഈ വാതിൽ ഇങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മൾ ആ സിനിമയിൽ കണ്ടതായിട്ടുള്ള ആ ഒരു ഓർമ്മ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു കയറുന്ന ആ ഒരു വാതിലിൻ്റെ ആ കൊട്ടാരത്തിലേക്ക് നമ്മൾ കയറുമ്പോഴുള്ള ആ ഒരു മുൻവശം, ഈ ഒരു വാതിലിലേക്കാണ് നമ്മൾ കയറി അകത്തോട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കാഴ്ചയെല്ലാം നമ്മൾ കാണുന്നത്. ഈ ഒരു വാതിലിലൂടെയാണ് നമ്മൾ കയറി അകത്ത് വന്ന് നമ്മൾ ആ ഒരു ഇതൊക്കെ കാണുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തടിയിൽ തീർത്ത സ്റ്റെപ്പുണ്ട്, ഈ പടികളുണ്ട്. ഈ പടിയിലൂടെ കയറി ഇത് ഒരാൾക്ക് മാത്രം കയറി ഇങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റുന്ന ഈ ഒരു പടിയാണ്. ഈ പടിയും മണിച്ചിത്രത്താഴ് സിനിമയിലുണ്ട്. മോഹൻലാൽ ഇങ്ങനെ അവിടുന്ന് ഇറങ്ങി ഓടി വരുന്നതായിട്ടുള്ള ആ രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സ്റ്റെപ്പിലൂടെ നമ്മൾ കയറി മുകളിൽ വരുമ്പോഴത്തേക്ക് കാണുന്നത് ഇങ്ങനെ വളരെ ഇതാണ് നമ്മൾ കാണുന്നത്. അതായത് ഇത് ഭരണപരമായ കാര്യങ്ങളൊക്കെ രാജാവ് ഭരണപരമായ കാര്യങ്ങളും തീരുമാനങ്ങളും എല്ലാം എടുത്തിരുന്ന ഒരു മന്ത്രശാലയെന്നാണ് ഇതിനെ പറയുന്നത്. ഭരണപരമായ തീരുമാനങ്ങളെല്ലാം രാജാവ് എടുത്തിരുന്നത് ഇവിടെ വെച്ചാണ്. ഇത് ചൈനീസ് മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ 11 ഈ വാതിലുകളുണ്ട്. ഈ വാതിലുകളിലൂടെ രാജാവിന് ഒരുപാട് ദൂരെ വരെ ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ള ആ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഈ വാതിലുകളിലൂടെ നോക്കിയാൽ ഒരുപാട് ദൂരെ വരെ കാണാൻ കഴിയും. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു രൂപകൽപ്പന. ഇനി നമ്മൾ ഇവിടുന്ന് പടിക്കെട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നീട് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ചെല്ലുന്ന ഊട്ടുപുരയിലേക്കാണ്. ഇവിടെ 1000 പേർക്കിരുന്ന് സദ്യ കഴിക്കാനുള്ള സൗകര്യമുള്ള ഒരു ഊട്ടുപുരയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ജനലുകളിലൂടെ നോക്കുമ്പോഴും നമ്മൾ താഴോട്ടുള്ള ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഊട്ടുപുരയിൽ, വിശാലമായ ഊട്ടുപുരയിൽ പിന്നെ 1000 പേർക്കിരുന്ന് സദ്യ കഴിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ വാസ്തുകലയുടെ, നമ്മളുടെ കേരളത്തിൻ്റെ ആ ഒരു തനിമയും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ നമ്മൾ ഈ ഊട്ടുപുരയും നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഊട്ടുപുര പിന്നെ ഏതോ ഒരു രംഗത്തിലിങ്ങനെ സുരേഷ് ഗോപിയും മോഹൻലാലും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് വരുന്നതായിട്ടുള്ള രംഗമൊക്കെ ഈ ഒരു ഊട്ടുപുരയിൽ ചിത്രീകരിച്ചതായിട്ട് ഉണ്ട്. അതേപോലെ താഴോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. വളരെ നല്ല, അതേപോലെ വളരെയധികം പിന്നെ ഇലക്ട്രിസിറ്റി, കറണ്ടിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഫാനോ AC-യോ ഒന്നുമില്ലെങ്കിലും നമുക്ക് നല്ല തണുപ്പാണ്. ഈ കൊട്ടാരത്തിനകത്ത് വളരെയധികം കാറ്റും നല്ല തണുപ്പുമാണ്. നല്ല AC റൂമിലിരിക്കുന്നതിനെക്കാട്ടിയും നല്ല തണുപ്പും നല്ല കാറ്റും തറയിൽ നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് നല്ലൊരു ഫ്രഷ് ആവുന്ന കണക്കുള്ള നല്ലൊരു അന്തരീക്ഷമാണ്. അതേപോലെ അവിടുത്തെ കിച്ചൻ്റെ അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഇതാണ്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു ഭരണി പാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എല്ലായിടവും ഇതേപോലെ കാറ്റും വെളിച്ചവും കയറുന്ന ആ ഒരു ഇതേപോലുള്ള തടിയിൽ തീർത്തിരിക്കുന്ന അങ്ങനെയുള്ള ഇതൊക്കെയാണ് കാണുന്നത്. വളരെയധികം മനോഹരമായ കാഴ്ചകളും എല്ലാമാണ്. നമുക്ക് ഒരുപാട്
കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഓർമ്മകളാണ് ആ സിനിമയിൽ. അതേപോലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും മറക്കാൻ പറ്റത്തില്ല. പഴന്തമിഴ് പാട്ടിഴയോ ആ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണിത്, ഈ മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണുന്നത്. പിന്നെ അതേപോലെ ഇത് തന്നെ നമ്മൾ നടന്ന് വരുമ്പോഴത്തേക്ക് ഇത് ആ സിനിമയിൽ കാണിക്കുന്ന തെക്കിനി അല്ലി ഓടി വന്ന് കയറുന്നത് ഇതിലേതോ ഒരു റൂമിലേക്കാണ് ഓടി വന്ന് കയറുന്നത്. അതാണ് ആ കാണുന്നത്. പിന്നീട് ഇത് നമ്മൾ കൊട്ടാരത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള താഴോട്ടുള്ള ആ ഒരു വ്യൂ ആണ്. ആ ഒരു കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. വേറെ ഇതുപോലുള്ള കൊട്ടാരങ്ങളും ചെറിയ കൊട്ടാരങ്ങളും എല്ലാമായിട്ട് നമ്മൾ കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. അതേപോലെ ആ കൊട്ടാരത്തിൻ്റെ ആ ഒരു മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു കാഴ്ചയിലുള്ള ഇതൊക്കെയാണ് ഈ കാണുന്നത്. വളരെ ഈ മനോഹരമായ കാഴ്ച മാത്രമല്ല, നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷവും നമുക്കൊരു ഫ്രഷ് ആവാനുള്ള നല്ലൊരു ഇതാണ് അവിടുത്തെ ആ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു പഴയ കാലത്തെ ആ ഒരു രൂപകൽപ്പന നമ്മുടെ ഒരു ആധുനിക ഒരു സൗകര്യങ്ങളില്ലെങ്കിലും നമുക്ക് നല്ല തണുപ്പും നല്ല ഇതെല്ലാം കിട്ടുന്ന ഒരിതാണ്. പിന്നീട് ഇതാണ് നവരാത്രി മണ്ഡപം. അതായത് പണ്ട് കാലത്ത് നൃത്തം ഒക്കെ നടത്തിയിരുന്ന ആ ഒരു സ്ഥലമാണിത്. രാജാവ് പിന്നെ നൃത്തങ്ങളൊക്കെ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ആ ഒരു സ്ഥലമാണ്. അവിടെ തന്നെ ഈ രാജാക്കന്മാരെല്ലാം കാണുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് പോയി മാറി നിന്ന് കാണാനുള്ള ഒരു സ്ഥലം അവിടെയുണ്ട്. അതും നമ്മുടെ പിന്നെ മണിച്ചിത്രത്താഴ് സിനിമയിലുണ്ട്. ശോഭന ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും മോഹൻലാലിൻ്റെ ചെറിയ കിളിവാതിൽ തുറന്ന് നോക്കുമല്ലേ, ആ ഒരു സ്ഥലമാണ് ഈ ഒരു നവരാത്രി മണ്ഡപം. ഇവിടെയാണ് ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പിന്നീട് ഇനിയും ഒരുപാട് കാഴ്ചകൾ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ വീഡിയോഗ്രാഫി അവർ ഓരോ സ്ഥലങ്ങളിലും നമ്മളോട് പറയുന്നുണ്ടായിരുന്നു വീഡിയോഗ്രാഫി അലൗഡ് അല്ല. എനിക്ക് തോന്നുന്നത് അതൊരു ഓണത്തിൻ്റെ സമയം തിരക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മൾ തിരക്കില്ലാത്ത സമയത്ത് ചെന്ന് ഫീസ് അടച്ചാൽ അതവർ അലൗഡാണ്. ചില സ്ഥലങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബാക്കി എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു അനുഭവമാണ്. അതുകൊണ്ട് അവിടെ കണ്ടിട്ടില്ലാത്തവർ പറ്റുമെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇത് കന്യാകുമാരി ജില്ലയിൽ തക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ട്രെയിനിലായാലും ബസ്സിലായാലും എല്ലാം പോകാം, സൗകര്യമുണ്ട്. അതേപോലെ എൻ്റെ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ഒന്ന് ചെയ്യണേ. ഇനി ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.